ഇന്ന് ദുനിയാവിൽ നാം ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം എന്തെന്നറിയോ? അതെ, ഒറ്റപ്പെടൽ. ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയില്ലേ, ഏറ്റവും വിഷമം നിറഞ്ഞൊരു സാഹചര്യമാണ്. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്തെന്നറിയോ, ഇന്ന് പലരും ഒരു 10ൽ 2 പേരെങ്കിലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഈ ഒറ്റപ്പെടൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉറപ്പായിട്ടും. കാരണം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളുടെ ചിന്ത ഏത് വഴിക്കൊക്കെ പോകുമെന്ന് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്ര ആ നിരന്തരമായ ഒറ്റപ്പെടൽ അയാളെ ചിലപ്പോൾ മരണത്തിലായിരിക്കും കൊണ്ട് അവസാനിപ്പിക്കുക. ഞാനിങ്ങനെ ഒരു ടോപ്പിക്ക് എടുക്കാൻ ഒരു കാരണമുണ്ട്. കാലങ്ങളാൽ അറിയുന്ന ഫ്രണ്ട്സ് ആർക്കെങ്കിലും പെട്ടെന്ന് വരുന്ന ഒരു ന്യൂസാണ്, സൂയിസൈഡ് ചെയ്തു. ഇന്ന് സൂയിസൈഡ് അല്ലെങ്കിൽ അത് വളരെ സിമ്പിളായി മാറിയിട്ടുണ്ട്. എനിക്ക് ജീവിതം മുമ്പോട്ട് പോകുന്നില്ല, സോ ഞാൻ എല്ലാം വെച്ച് നിർത്താമെന്ന് പറയുന്ന ഒരു തീരുമാനം. ഈ ഒരു തീരുമാനം എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു സമയത്തെ മോശ സമയത്ത് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. ആ ഡിസിഷനിലോട്ട് ആ മനുഷ്യനെ എത്തിക്കുന്ന ആ ഒരു മാനസികാവസ്ഥയെ ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു വലിയ കാര്യമാണ്. കാരണം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളുടെ മനസ്സ് വികൃതമായിരിക്കും. ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താണ് അയാൾ കാണിച്ചു കൂട്ടുന്നതെന്ന് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കാരെയും ഒറ്റപ്പെടുത്താണ്ടിരിക്കാം. നമ്മളാൽ കഴിയുന്നവരെ നമുക്ക് ചേർത്ത് പിടിക്കാം ഉള്ള ഒരു വലിയ മനസ്സ്, അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കരുതുന്നത്. ഇന്ന് പല മനുഷ്യരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ തനിച്ചാണ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് വളരെ വിഷമം നിറഞ്ഞൊരു ദാരിദ്ര്യാവസ്ഥ കൂടിയാണത്. കാരണം നമുക്ക് ആഹാരമാണെങ്കിൽ വിളമ്പി കൊടുക്കുക അല്ലെങ്കിൽ മേടിച്ചു കൊടുക്കുക അല്ലേ, പക്ഷേ എല്ലാ മനുഷ്യർക്കും എല്ലാ സമയത്തും ആഹാരം അല്ല വേണ്ടത്, അല്ലെങ്കിൽ വെള്ളമല്ല വേണ്ടത്, ഒരു പാർപ്പിടം അല്ല വേണ്ടത്. അതിനേക്കാളും ഒക്കെ വലുതാണ് ഇമോഷണലി ബോണ്ടിങ് എന്ന് പറയുന്നത്. ഒരു ഇമോഷണൽ സപ്പോർട്ട് ആവശ്യമായ ഒരു സമയത്ത് അവർക്ക് വേണ്ടത് മനസ്സമാധാനമാണ്. അല്ലെങ്കിൽ അങ്ങനെ ചേർത്ത് പിടിക്കാൻ, നിൻ്റെ പ്രശ്നങ്ങളൊന്നും അല്ലടാ, ഇതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്. മിനിമം നമ്മളൊരു ഫ്രണ്ടിനെങ്കിലും ഉണ്ടാക്കി വെക്കണം ഈ ദുനിയാവിൽ. കാരണം നമുക്ക് ഏതെങ്കിലും സമയത്ത് ഒറ്റപ്പെടൽ തോന്നുമ്പോൾ, ഒരു പ്രശ്നം വരുന്നു എന്ന് ഫീൽ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ അത്രയും ഒരു ആത്മാർത്ഥമായ ഒരു ഫ്രണ്ടെങ്കിലും കുറഞ്ഞത് നമ്മൾ ഉണ്ടാക്കി വെക്കണം. പലപ്പോഴും കാണുന്നൊരു പ്രക്രിയയാണ് ഇപ്പോൾ ഈ പൊതുസമൂഹത്തിൽ, ഈ ന്യൂജൻ സമൂഹത്തിൽ മക്കളൊക്കെ സംസാരിക്കാൻ വളരെ കുറച്ചാണ്. അവർ സംസാരിക്കുന്നത്, അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നത് മുഴുവൻ ഫോണിലാണ്. ഇത് മോഡേൺ യുഗമാണ്. സോ അവർ സ്പെൻഡിങ് മൊത്തവും ഫോണിലും അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രവണത വീട്ടിലിരിക്കുന്നവരോട് പോലും അവർ സംസാരിക്കുന്നില്ല. നമ്മളെ മക്കളെ നമുക്കറിയാൻ പറ്റുന്നില്ല, എല്ലാവരും ബിസിയാണ്. ഒരുമിച്ചിരുന്ന്